എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരുന്ന ഒരു അമ്മോനാണിത്. അമ്മനെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ബ്രദർ കേട്ടോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട്. ഇത് മുനിത കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ മസാല ബോണ്ടയും പൊരിച്ച പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അതൊന്നും എണ്ണക്കടി ഒന്നും ഇപ്പോൾ ഞാൻ കഴിക്കാറില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് എണ്ണക്കടി കഴിച്ചു. ഞാൻ മൂപ്പർക്ക് നല്ലൊരു അടിപൊളി സ്ട്രോങ് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കുടിച്ചിട്ട് മൂപ്പർ പള്ളിയിൽ പോയി. ഞാൻ എൻ്റെ ഹസ്ബൻഡും മൂപ്പരും ഒരു ഒപ്പാട്ടോ പോവാറുള്ളത്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ലേറ്റായി മാറ്റാനും റെഡി ആവാനൊക്കെ ആയിട്ട്, അതുകൊണ്ട് രണ്ട് നേരമാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പോയതിന് ശേഷം ഞാൻ വേഗം കിച്ചണിലേക്ക് ഓടുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ ശേഷം കുറച്ചൊരു മടിയെത്തിയായിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ചോറ് വേഗം ഞാനങ്ങനെ റെഡിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇന്ന് കുറച്ച് എന്താ അറിയില്ല ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ റെഡി ആക്കണം. അപ്പോൾ ഞാൻ വേഗം ബീഫൊക്കെ അതാ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ബീഫ് നല്ല അടിപൊളി ബീഫ് കേട്ടോ. നല്ല ലിവറും നെയ്യുള്ള ഇറച്ചിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഞാൻ പിന്നെ ബീഫ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഇടുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ മിക്സിയിൽ അരച്ചിടാറില്ല. അതൊക്കെ ഒന്ന് കീറി ഇങ്ങനെ ഇടുള്ളൂ കേട്ടോ. കാരണം ബീഫ് വേവുന്നതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെന്ത് അങ്ങനെ കടിച്ച് തിന്നതാണ് എനിക്കിഷ്ടം. ചതക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞ് കയറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കണം. ഞാൻ എങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കാറുള്ളത് എന്ന് ജസ്റ്റ് കാണിക്കാൻ വരട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കുക്കർ വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതങ്ങനെ ചെറിയതാക്കിയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഞാൻ ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മീറ്റ് മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാനിത് വെന്തതിന് ശേഷം ജസ്റ്റ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കുറച്ചുകൂടി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല തൂമിച്ച് അതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ട് മേലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഞാൻ ജസ്റ്റ് കുരുമുളക് പൊടിയും നല്ല വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ട് വേവിച്ച് സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതിലേക്ക് എന്തെങ്കിലും മുരിങ്ങയില എന്തെങ്കിലും താളിക്കാതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഇറച്ചി വേവുന്ന നേരം വേഗം അതാ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, അടിച്ചു വാരി തുടക്കമൊന്നും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ കെട്ടിയ വരുമ്പോഴേക്കും അതൊക്കെ തീർക്കണം. അപ്പോൾ ഇറച്ചിയൊക്കെ വെന്തോളല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.